അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയൊക്കെ എല്ലാവർക്കും അപ്പോൾ നമ്മൾ ബി ആർ മാച്ചുകളിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ബി ആർ മാച്ചൊക്കെ സ്റ്റാർട്ട് അങ്ങോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബി ആർ മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായി ബി ആർ ഒക്കെ കളിച്ചില്ല. അപ്പോൾ നമ്മൾ ബി ആർ കളിക്കാമെന്ന് വിചാരിച്ചു. ബി ആറിൽ പീക്കിനൊക്കെ ഇറങ്ങി കില്ലൊക്കെ വാരി തൂത്തെടുക്കാനൊക്കെ വിചാരിച്ചു. അപ്പോൾ നമ്മൾ പീക്കിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് മഷക്കുമാരിലൊക്കെ ഫുള്ളായി വേണം. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ഇറങ്ങുകയാണെങ്കിൽ പൈസ ഇറങ്ങുന്നതിന് മുമ്പ് വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാത്തവരും വീഡിയോക്ക് ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ, പിന്നെ ഈ സൈഡിൽ ഹൈപ്പ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. നമ്മളിപ്പോൾ ഹൈപ്പ് എന്നുള്ള ബട്ടൺ എന്നൊക്കെ വന്നാൽ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കുറച്ച് പേരെങ്കിലും കാണുമല്ലോ ഈ സൈഡ്. ഓക്കെ, നമ്മൾ എടുത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പരാഫലിട്ട് പിന്നെ ഏക്കാൻ കിട്ടി. പിന്നെ ഏക്കേൻ്റെ പരാഫലിട്ട് ഏക്കാൻ കിട്ടായിരുന്നു. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു എനിമി അടിക്കാൻ ടീമായിട്ട് അപ്പോൾ നമ്മൾ കില്ല കൊടുമ്പോൾ തന്നെ നമ്മുടെ ടീമേറ്റ് കുമ്മിക്കായ കൊണ്ട് ടീമേറ്റ് കുമ്മി കൊണ്ടുപോകാൻ കഴിച്ചു. അപ്പോൾ ടീമേറ്റ് കുമ്മി കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് എങ്ങനെയായാലും നമുക്ക് ടോപ്പ് അടിക്കണമെന്നപ്പോൾ നമുക്ക് അഹങ്കാരം കാണും. അപ്പോൾ നമ്മുടെ ടീമേറ്റുകളിലൊക്കെ 2 പേരും ഓരോ കിലോ വെച്ച് അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. 2 പേരും ഓരോ കിലോ വെച്ച് കഴിച്ചു. അപ്പോൾ നമ്മൾ നോക്കുന്നവരൊക്കെ ഇട്ടിട്ടുണ്ട്. കഴിച്ച് നമ്മൾ നോക്കുന്നത് നമ്മളെ സ്പെക്കിന്. അപ്പോൾ ഓക്കെ, നമ്മളെ കൂട്ടുകാരുണ്ട് ഇപ്പം പറഞ്ഞിട്ട് നമ്മളെ കൂട്ടുകാരങ്ങളെ പറഞ്ഞിട്ടുണ്ട് പൊക്കി വിടാനാണ്. അപ്പോൾ എന്നാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും പൊക്കി വിട്ട് ഞാൻ അടിക്കേണ്ട, എന്നാലും പൊക്കി വിട്ടാൽ ഞാൻ രക്ഷപ്പെടുമ്പോഴാണ്. അപ്പോൾ അവനെന്തായാലും സൂപ്പർ ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സൂപ്പർ ഞാൻ മേളിലിറങ്ങാന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ടീമിൽ രണ്ടാമത്തേനും നോക്കാവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ നോക്കാം, പിന്നെ രണ്ടാമത്തെ നോക്കാൻ കഴിച്ചു. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവനെ പതുക്കെ ഇറങ്ങാനായിരുന്നു. മൂന്നാമത്തേനും കാര്യങ്ങൾ നോക്കാം. മെഷീനുകൾ നമ്മൾ അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്ലൂ വാൾട്ടോടെ കാണുന്നത് ബ്ലൂ വാൾട്ട് ഓടുന്നുണ്ട് നൈസിന്. ബ്ലൂ വാൾട്ട് ഓടി നമ്മൾ ജിഗ്സാ കളിക്കാമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് അതിൻ്റെ അപ്പം ഇൻഹേലൊക്കെ കുറച്ച് കയറ്റി പഠിച്ചിട്ടുണ്ട്. ഇൻഹേൽ അടിച്ചിട്ട് നമ്മൾ നേരെ എന്തായാലും ചാടി അതിൻ്റെ ഉള്ളിൽ മാഗി കാര്യങ്ങളൊക്കെ എടുക്കാം. മാഗി കാര്യം എടുത്തിട്ട് അത്യാവശ്യം കില്ലും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കി വെക്കാമെന്നൊക്കെ വിചാരിച്ചു. നമുക്ക് മൊടാക്കില്ലാണ് മൊടയാണ് കില്ല് മൊടയാണ്. പിന്നെ അവിടെ ബ്ലൂ വാൾട്ട് എനിമി എന്ന് പറഞ്ഞപ്പോൾ അവിടെ ബ്ലൂ വാൾട്ട് വെച്ചായിരുന്നു. പിന്നെ ഇവിടെ ഒരു ബ്ലൂ വാൾട്ട് ഈ സൈഡിലാണ് നോക്കുന്നത് എനിമീനൊക്കെ. ഈ സൈഡിൽ എനിമീനെ നോക്കുകയാണെങ്കിൽ ഒരു ഇതൊക്കെ ഇട്ട് ബോൺ ഫയർ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെ ടീമേറ്റുകാരെ പൊക്കി വിട്ടിട്ട് പവറാണെന്ന് വെച്ചാൽ അപ്പോൾ നമ്മുടെ ടീമേറ്റ് നേരത്തെ ഇവനെ എനിമീനൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ ചാടി നോക്കാനൊക്കെ വിചാരിച്ചു. പിന്നെ എന്നിട്ട് ഓടിക്കയറി. ഇപ്പോൾ ഒരു 1 ടാപ്പ് കൊള്ളണമെന്നൊക്കെ എൻ്റെ ടീമേറ്റ് അവിടെ ഒന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭാഗ്യത്തിന് കൊന്നു എനിമി ഒന്നും കഴിയില്ല. ഓക്കെ, നമ്മൾ എങ്ങനെയൊക്കെ ഇറങ്ങി തന്നെ കുറച്ച് ഈ 94ൻ്റെ ബുള്ളറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോകാനൊക്കെ വിചാരിച്ചു. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഓടിച്ചില്ലെങ്കിൽ നിലത്തിടുന്ന എമ്മിട്ടും കാര്യം കിട്ടും അതൊക്കെ എടുത്തിട്ട് നേരെ മെയ്സിൻ്റെ ഉള്ളിലും കാര്യങ്ങളൊക്കെ ഒന്ന് കയറി അത്യാവശ്യം കില്ലും കാര്യങ്ങളൊക്കെ അടിച്ചെടുക്കാനൊക്കെ പറഞ്ഞ് നമ്മുടെ ടീമേറ്റ് പിന്നീട് കേടെ എന്തിനാണ് ഇങ്ങനെ നോക്കാണേ. അതും പറഞ്ഞ് എനിമി അണ്ണാക്കി ഇറങ്ങാതി പിള്ളേരെ തുടർന്നോടാന്ന് പറഞ്ഞ് ചെന്നടിക്കാൻ നോക്കുമ്പോൾ അവനാണെങ്കിൽ അവിടെ കവർ എടുത്തപ്പോൾ ഞാൻ റെഡി എടുക്കാൻ നോക്കുമ്പോൾ കൊള്ളുന്നില്ല. 2 അടി കൊടുക്കാൻ നോക്കി പിന്നെ അത് ഇതിട്ടിട്ട് ഓടിക്കളഞ്ഞ. പിന്നെ ഈ ഒരു സാധനം പിടിച്ചെറിയും കുറച്ച് നമുക്ക് കൊടുക്കാൻ നോക്കും. വെച്ച് ഇവിടെ തുറന്നിട്ടുണ്ടാകുന്നു. പിന്നെ ഓടിക്കണം കുറേ പിടിച്ച് കൊല്ലാനൊക്കെ നോക്കും. പക്ഷെ അങ്ങനെ ഓടി പിന്നെ അത് 2 അടി കൊടുത്തിട്ട് 45 അപ്പത്തുണ്ട്. പിന്നെ ബ്ലൂ വാൾട്ട് പിന്നെ ഇവിടെ ഒരു വാൾട്ട് M8 എടുക്കുന്നതാണ്. M8 ഒന്ന് തോന്നുന്നുണ്ട് വീട്ടിലിപ്പോൾ M8 അടിക്കണ്ടായി. അപ്പോൾ M8 എടുത്തിട്ടുണ്ട്. ഒരു AC ടൈപ്പില്ല. നമുക്ക് AC M8 കോമ്പോയിൽ കളിക്കാം. M8 എടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ടീമേറ്റ് പറയുന്നത് മെഡിക്കറ്റ് അടിയാന്നിട്ട് എൻ്റെ പൊക്കെന്നൊക്കെ മെഡിക്കറ്റ് അതായത് ഇൻഹേൽ കുറേ ഉണ്ട്. പിന്നെ ഇൻഹേൽ വലിച്ച് പോകാമെന്ന് ഇൻഹേൽ വലിച്ചിട്ട് ടീമേറ്റിനെ പൊക്കി വിടാൻ ധാരാളം പോയിട്ടുണ്ടാവും. ടീമേറ്റിനെ പൊക്കി വിട്ടിട്ട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്നാലും മറ്റേ ടീമേറ്റ് ഇപ്പോൾ ചത്തിട്ടുണ്ട്. ഇവനെ പൊക്കിയപ്പോൾ മറ്റേ ടീമേറ്റുകാരെല്ലാം എന്നാലും ചത്തിട്ടുണ്ട്. അപ്പോൾ എന്നാലും ഇന്നലത്തേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് ഒരുമിച്ച് കളിക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ നമുക്ക് ഒരിക്കില്ലായിട്ടുള്ള കേസ് ഇവിടുന്ന് ഒരു ഗ്ലിക്സ് ഉണ്ട്. ഇവിടുന്ന് ഒരു ഇതുണ്ട്. അപ്പോൾ അതിനെല്ലാം ഇവിടുന്ന് അവനെ അടിച്ചിടാന്നൊക്കെ വിചാരിച്ചു കഴിച്ചോക്കെ. അപ്പോൾ ഇവിടുന്ന് തുടങ്ങി വേണ്ടി കൂടെ വന്നിട്ട് നമ്മൾ ഈ ഒരു ഫോട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കോ. ഓക്കെ, ഹാർട്ടിനെ കമൻറ്റ് ചെയ്തേക്കോ. ബ്ലൂ ഗൈസ് കണ്ടോ, ഞാൻ ഫയർ ഇട്ടപ്പോൾ എൻ്റെ അപ്പം ഞാൻ ശരിക്കും ബ്ലൂ വാളിടാനാണ് നോക്കിയത്. പക്ഷേ ഫയർ അത് കണ്ട് പോയി. മറ്റേ ക്യാരക്ടർ സ്കിൽ വെച്ച് ഞാൻ കൊറോണ വെച്ച് മറ്റേ ലൂട്ട് ബോക്സിന് കിട്ടിയ ഇൻഫ്രണ്ട് മറ്റേ ഫയർ ഒക്കെ അങ്ങനെ.
അപ്പോൾ എനിക്ക് 2 കില്ലും കയറാനായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വേറെ എനിമീനെ കണ്ടോ എനിക്ക് തോന്നുന്നത് ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ ലൂട്ട് ബോക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ എന്നാലപ്പോൾ നമ്മൾ മറ്റേ ടീമിനെ പൊക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ടീമുകളൊക്കെ പറയണേ ഇത് കൊള്ളാടായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെന്നാൽ എനിക്ക് P90 എടുക്കണമെന്ന് പറഞ്ഞു. P90 എടുക്കാൻ പിന്നെ അവൻ P90 കളഞ്ഞെന്ന് പറഞ്ഞു. P90 എടുക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഓടിച്ചാലാണ് അവൻ്റെ കൂടെ പോയി. എന്തായാലും എനിക്ക് P90 കിട്ടി. P90 കിട്ടിയോ കഴിച്ചാൽ എനിക്ക് ബാക്കിനായിട്ട് കണ്ടപ്പോൾ ഞാൻ കുറച്ച് ഡാമേജ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഇവിടെ നിന്ന് കണ്ടിയായത് ACATയുടെ അടുത്ത് ഞാൻ ഡെസേർട്ടാന്ന് വെച്ച് മറ്റേ AB കൊടുക്കാൻ പിന്നെ റെഡ് കൊടുത്തപ്പോൾ തന്നെ അവൻ ചക്കത്തുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഫുൾ റെഡാണ് കൊടുത്തത്. പക്ഷേ ഇത് 68 കണ്ടിരുന്നുള്ളൂ. പിന്നെ നോക്കായപ്പോൾ എൻ്റെ ടീമേറ്റ് ബ്ലൂ വാൾട്ടാൻ പറഞ്ഞു. ടീമേറ്റ് പൊക്കിയിട്ടാണ്. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ ടീമേറ്റ് കാണുമ്പോൾ പൊക്കിയിട്ടാണ് സൂപ്പർ മെഡിക്കിൻ്റെ കാര്യങ്ങളൊക്കെ അടിച്ച് ക്രോണും കാര്യങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്രോണ് ഞാൻ പറഞ്ഞു ചാടിക്കാറാണെന്ന് പറഞ്ഞു. നിന്നൊക്കെ ഞാൻ ചാടിക്കാറാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവനോട് നിന്നരാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന് ചാടിക്കാറാണ് അതിനകത്ത് പൊട്ടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പൊട്ടിച്ചോളാന്ന് പറഞ്ഞു. ഈ ബാക്കിൽ നിന്ന് എന്തായാലും കുറച്ച് ടീമുകൾ ഫൈറ്റ് എടുക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ ലാൻഡ്മൈൻ കണ്ടപ്പോൾ ഞാൻ വിളിച്ചു ഞാൻ ഇപ്പോൾ ചത്തേനെ. അപ്പോൾ ടീമേറ്റിൻ്റെ ലാൻഡ്മൈൻ ഉണ്ടായിരുന്നു. പക്ഷേ അറ്റത്തൊരു എനിമി ഉണ്ടാവും. എനിക്ക് ഡാമേജ് കൊടുക്കാൻ നോക്കുക സ്കോപ്പ് ഇട്ടിരിക്കുമ്പോൾ ഞാൻ ഓടിപ്പോകണം. അപ്പോൾ 2 ദിവസം ടീം കുമ്മിക്കൊണ്ടാക്കില്ല. പിന്നെ അവിടെ ഇങ്ങനെ കയറുമ്പോൾ ടൂങ്കും സൗറിനെ കാണും. ഇവരെ ഫുൾ ഡാമേജ് പോലെ മറ്റേ തന്നെ ഫുൾ ആവിൻ്റെ കാത്തിട്ടുണ്ട്. എനിക്ക് ചെന്നടിക്കായിരുന്നു. ഞാൻ വെറുതെ അവിടെ നിന്ന് എനിക്ക് ചെന്നടിക്കാതെ അതായത് ടീമേറ്റ് വേറെ എന്തായാലും ചെന്നടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ ഒരു വിലപ്പാട്ടാന്നൊക്കെയാണ്. ഓക്കെ അമ്മേനെ ടീമുകളെ വേറെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ടീമേറ്റ് ഞാൻ പറഞ്ഞാണ് പൊക്കളാന്ന് പറഞ്ഞു. അപ്പം പൊക്കിയിട്ടുണ്ട്. ഞാൻ വെറുതെ ഫയറൊക്കെ ഇട്ട് കളഞ്ഞു. അപ്പോൾ വെറുതെ ബ്ലൂവളം കാര്യങ്ങളൊക്കെ പൊട്ടിയപ്പോൾ ഞാൻ പറഞ്ഞാൽ നെഡിൻ്റെ നൂബിയാന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഇതായി. അപ്പോൾ അവന് മറ്റേത് അടിച്ചതാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ടാന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് അടിച്ചെടുത്തിട്ട് എനിക്ക് ഡാമേജ് എന്തായാലും അടിക്കും. പക്ഷേ എനിക്ക് ആ ഡാമേജ് ഇല്ലാത്ത ഓക്കെ ഞാൻ എനിക്ക് അടിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ഹെൽത്ത് ഫുള്ളായി. പിന്നെ ഞാൻ നോക്കുകയാണെങ്കിൽ കുറച്ച് ലൂട്ടക്കാരിലൊക്കെ ബാക്കി വെസ്റ്റ് അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് എനിമിയൊക്കെ വരുന്നുണ്ടെന്നൊക്കെ നോക്കി. കാരണം അപ്പോഴാണ് ടീം പറഞ്ഞ് വായൻ്റെ ഒപ്പം എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഒപ്പം കൂടി അങ്ങോട്ട് ചെന്ന് അപ്പോൾ എന്തൊക്കെയോ കിടന്നവളൊക്കെ പറയുന്നുണ്ടോ എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കറങ്ങി വെറുതെ എനിമീസിനൊന്നും കാണാതെ തന്നെ കറങ്ങി നടക്കാണ്. ഓക്കെ എനിമീസിനെ കാണാതെ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ ടീമേറ്റ് ഇങ്ങോട്ട് വാങ്ങിട്ടോ പറഞ്ഞു. മനസ്സിലാണ് അവൻ ചെന്നങ്ങോട്ട് എന്താണെന്നൊക്കെ ചോദിച്ചാൽ കുറേ വെറുതെ വിളിച്ചാൽ. അപ്പോൾ ഞാനേ ശശി. അപ്പോൾ ഞാൻ അതിനെ കൂടി ചെന്ന് എന്തായാലും കൂടി ചെന്ന് അപ്പോൾ വീണ്ടും പൊട്ടം കളിപ്പിക്കണം. അപ്പോൾ പൊട്ടം കളിപ്പിക്കാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞത് അവൻ്റെ വെറുതെ പോയിട്ട് മറ്റേ തുരക്കണം നീയൊക്കെ പോയി തുരച്ചിട്ട് വന്നു പറഞ്ഞു. അപ്പം ഞാൻ എന്നാലും ഞാനും കാരണം പോയി തുരയ്ക്കാൻ പോകണം. ഓക്കെ ഞാൻ തുരപ്പനാവും പണിയാണ്. ഞാൻ എന്തായാലും കുടിച്ചിട്ടുണ്ട്. കുടിക്കുമ്പോൾ എനിക്ക് എന്തായിട്ട് കുടിക്കുമ്പോൾ കുറച്ച് വെസ്റ്റ് അപ്ഗ്രേഡറും അതൊക്കെ ഇട്ട് ഞാൻ ഇതെന്താണോ പൊളിയാത്തതെന്ന് വെച്ചാൽ സാധാരണ ഇതൊക്കെ പൊളിയാനാണല്ലോ എന്ന് വെച്ചപ്പോൾ അതെനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ നോക്കുകയാണെങ്കിൽ ആ സൈഡിൽ അടിപൊട്ടുണ്ടെന്ന് ടീം പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഓടി കയറാമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെ ഞാൻ ഓടി ഇതിലെ കവറെടുത്ത് കയറാമെന്ന് വെച്ചപ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ കവറെടുത്ത് പതുക്കെ കയറാനായിരുന്നു. നോക്കി അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ പതുക്കെ കയറുമ്പോൾ ആ വീടിൻ്റെ അവിടെ എനിമീൻ്റെ കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ ഒരു 68 ഡാമേജുകളും കൊടുത്തിട്ട് നമ്മൾ ഓടി കയറാണ്. എന്നിട്ട് 68 ഡാമേജ് എടുത്തവൻ എനിക്ക് ഡാമേജ് ആകുന്നുണ്ട്. പക്ഷെ എനിക്കൊന്നും കൊള്ളുന്നില്ല. എനിക്കൊരു ഡാമേജൊന്നും കൊണ്ടില്ല. എനിക്ക് ഡാമേജ് കൊണ്ട് പക്ഷെ എനിക്ക് ഇത് പോയില്ല. ബുള്ളറ്റ് കൊണ്ട് പക്ഷെ ഇത് പോയില്ല. മിസ് കണ്ടോ ഞങ്ങൾ സ്പോട്ടിനെ കയറി മറ്റേ തീ ഇട്ടെടുത്ത് നോക്കി അവനെ കാണുന്നില്ല. പിന്നെ അടുത്ത പിന്നെ എനിമീനെ അവിടെ നിന്നും കാണില്ല. അപ്പം ഞാൻ നേരെ അവിടെ സ്കോപ്പിൻ്റെ അവിടുത്തെ ഓറിമാനം കാരണം അങ്ങോട്ട് അടിച്ചിട്ടായിരുന്നു കേസ്. പിന്നെ ഞാൻ വീണ്ടും അവിടെ വേറൊരു സ്കോഡിലുണ്ട്. ഞാൻ അവനെയും കൂടി അങ്ങോട്ട് അടിച്ച് കൊല്ലാൻ വേണ്ടി കയറാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ് കൂടെ വാളാന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ലോങ് സപ്പോർട്ട് തരാം. നമ്മൾ ടീം സപ്പോർട്ടിന് കയറി വേണമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ലോങ് സപ്പോർട്ട് തരാമെന്നൊക്കെ. അപ്പോൾ ഞാൻ ഗ്ലൂ വാൾട്ട് കയറാണ് എന്തായാലും. അപ്പോൾ ഇന്ന് അത്യാവശ്യം ഗ്ലൂ വാളൊക്കെ പോയി. അപ്പോൾ ഞാൻ പിന്നെ സീറ്റിടിക്കാനൊക്കെ ഇപ്പോൾ കൊണ്ടില്ല. പിന്നെ ഞാൻ ചാടിയാണ് ടീമേറ്റ് നൽകി. അപ്പോൾ ഇതിന് മുമ്പ് പറഞ്ഞു ടീം പോയപ്പോഴാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ടീം പോയപ്പോൾ എഴുതും. അപ്പോൾ എനിക്ക് കില്ലും കാര്യം നോക്കാൻ 4 കില്ലും കാര്യങ്ങളെ പിന്നെ ആർസനലും കാര്യം കൂടെ നിന്ന് കിട്ടാറുണ്ടായിരുന്നു എനിക്ക്. പിന്നെ അവിടെ നിന്ന് അത്യാവശ്യം ലൂട്ടൊക്കെ കവറൊക്കെ നമ്മൾ നേരെ ഓടണം.
അപ്പം പറഞ്ഞു പാടാ അവിടെ ഇനിമീണ്ടർ അടിക്കാൻ നടക്കുന്നത്. കാരണം ആദ്യം തന്നെയാണ് ഇതിൽ കറങ്ങി അവൻ അടിക്കാതെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ ഓടിച്ചെല്ലാണ് അവൻ അടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ചെന്ന് ഓടിച്ചെല്ലാണ് ഞാൻ അവൻ അടിക്കാൻ വേണ്ടിയിട്ട്. വയസ്സ് അവൻ്റെ ടീം വൈപ്പ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ടീം വൈപ്പ് എടുത്ത് ഈ സാധനമൊക്കെ ആരുടെ വൈറ്റാന്ന് പറഞ്ഞ് തല്ലിപ്പൊളിച്ചിട്ട് എനിക്കുണ്ടാവുക ലൈഫ് പോലും കുറയുന്നില്ല. ലൈഫൊന്നും കുറയണമില്ല. ഓക്കെ, ക്യാരക്ടർ സ്കിൽഡാ. പിന്നെ നേരെ വേർത്ത് ഞാൻ പറഞ്ഞ് കുറച്ച് ഇതടിച്ച് തരാൻ പറഞ്ഞു. കുറച്ച് ഇതടിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു വാടാ പറ്റുന്ന കയറണം പറഞ്ഞപ്പോൾ കയറാൻ ഓടിക്കയറിയിട്ടുണ്ടാവും. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ടീമേറ്റും കയറാൻ നോക്കായി കിടക്കണം. അപ്പോൾ നമ്മൾ ടീമേറ്റിനെ പൊക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ ഒരു ഇന്ത്യയാണ് ACD 3 അടിച്ചപ്പോഴത്തേനും ചത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബ്ലൂ ആൾട്ട് എടുത്ത് ടീമേറ്റ് നമ്മുടെ കവറെടുത്ത് ഞാൻ ആ കില്ലിങ് കൺഫേം എടുത്ത് നമുക്ക് ചിലന്തി പോലത്തെ നമുക്ക് പറ്റിയ സാധനം വന്നിട്ടുണ്ട്, സാത്താൻ കുട്ടി. അപ്പോൾ ഞാൻ കില്ലിങ് ഫിനിഷായിട്ട് നേരെ നമ്മളെ ടീമേറ്റിനായിട്ട് പൊക്കി വിട്ടിട്ടുണ്ടായിരുന്നു. ടീമേറ്റിനായിട്ട് പൊക്കിയിട്ടപ്പോൾ മറ്റേ ടീമേറ്റുകാരോട് പറഞ്ഞു ഏടാ അവിടെ എനിമീണ്ടർ വാടാന്ന് പറഞ്ഞു. ഇതിലാകെ 2 പേര്, ഞാനും എൻ്റെ കൂട്ടുകാരൻ മാത്രമേ ബാക്കിയെല്ലാം റാൻഡം പ്ലേയേഴ്സാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ചെന്ന് അടിക്കാൻ പറഞ്ഞു, ഡാമേജ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ അടിക്കാൻ നോക്കിയപ്പോൾ അവനാണെങ്കിൽ നോക്കി എന്തൊരു രീതി അവിടെ ഒരു വേറെ എനിമിൻ്റെ ഊസിന് കില്ല് കിട്ടിയെങ്കിൽ എനിക്കിനി അറിയാണ്ട് എന്തൊക്കെയൊക്കെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് ഏസിൻ്റെ. എനിക്ക് നീടൊക്കെ കയ്യിലൊക്കെ വന്നു. അതുകൊണ്ട് ഞാൻ സിബ്ലേം കയറണമെങ്കിൽ എനിക്ക് സിബ്ലേം കയറാൻ പറ്റില്ല. പിന്നെ ആ സിബ്ലേം കയറി എങ്ങനെയെങ്കിലൊക്കെ പോയിട്ട് മേട്ടടിക്കാൻ വിചാരിച്ചു. മേട്ടടിക്കാൻ നോക്കിയപ്പോൾ പിന്നെ വെസ്റ്റ് അപ്പിൻ്റെ അപ്ഗ്രേഡ് ചെയ്ത് ഇറങ്ങി. വെസ്റ്റ് അപ്ഗ്രേഡ് അപ്പോൾ തന്നെ ഇറങ്ങിയത്. അപ്പോൾ അവനോടും പറഞ്ഞ് സിബ്ലേം പാടാം. അപ്പം അവൻ പറഞ്ഞു എടാ കാറി കയറാൻ പറഞ്ഞപ്പോൾ ബാക്കായി പോയി. എന്നെ എന്തോ പറ്റി കേസ് അക്കൗണ്ടിൽ നിന്ന് എനിക്ക് വീണ്ടും ഒന്ന് കയറിയിട്ട് വരാം. വയസ്സ് എന്തായാലും ഇത് എൻ്റെ അക്കൗണ്ടിൽ എന്തോ കയറാൻ പറ്റുന്നില്ല, എന്തോ എറർ പറ്റിയിട്ട്. അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പാർട്ടിയായിട്ട് ഇന്ന് വരാണ്. ഓക്കെ.